പുറപ്പെടുവിച്ചത്. എന്നാൽ ഈ വിധിയിൽ വ്യക്തതയില്ലെന്നും ഇടവകൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോടതി വ്യക്തത നൽകിയിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ച് യാക്കോബൈറ്റ് സഭയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇന്ന് യാക്കോബൈറ്റ് സഭയുടെ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പള്ളികൾ ഭരിക്കപ്പെടേണ്ടത് 1934 ഉണ്ടാക്കിയ ഭരണഘടന പ്രകാരമാണ് എന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ മലങ്കര സഭയുടെ നിയന്ത്രണത്തിലാണ് ഈ പള്ളികളൊക്കെ തന്നെ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ 2002 യാക്കോബൈറ്റ് സഭ കൊണ്ടുവന്ന ഭരണഘടന സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. 1995 വിധി തുടരാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ യാക്കോബൈറ്റിന്റെ കൈവശമുള്ള പള്ളികൾ ഇപ്പോഴത്തെ വിധി പ്രകാരം ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോർലഞ്ചേരി, വൈക്കോലി, മണ്ണത്തൂർ പള്ളികളുടെ കാര്യത്തിലാണ് പ്രധാനമായും തർക്കം നിലനിന്നിരുന്നത്. ഈ തർക്കം സംബന്ധിച്ചാണ് നേരത്തെ 1995 സുപ്രീം കോടതി വിധി പറഞ്ഞത്. ആ വിധിയിൽ വ്യക്തത തേടിയും വിധിയിൽ ഇടവക സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരാമർശിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് യാക്കോബൈറ്റ് സഭ സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും 1913 ഒരു ഉടമ്പടി പ്രകാരമാണ് പള്ളിയുടെ ഭരണം നടത്തേണ്ടതെന്നും 1934 ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നതുമായിരുന്നു യാക്കോബൈറ്റ് സഭയുടെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ ഇക്കാര്യത്തിൽ നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ മാറ്റം വരുത്താനാകില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ യാക്കോബൈറ്റ് സഭയുടെ നിയന്ത്രണത്തിലുള്ള ഇപ്പോഴത്തെ പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1934 ഭരണഘടനയിൽ പ്രധാനമായും പറയുന്നത് മലങ്കര സഭയുടെ കീഴിലുള്ള പള്ളികൾ അവിടുത്തെ ഭരണസമിതിയുടെ നിയന്ത്രണത്തിലാകണം. നിലവിൽ ഉള്ള പള്ളികളുടെ ഭരണസമിതിയിലെല്ലാം മേൽക്കൈ ഓർത്തഡോക്സ് സഭയ്ക്കാണ്. അതുകൊണ്ട് തന്നെ യാക്കോബൈറ്റ് സഭയ്ക്ക് ഇപ്പോൾ അവിടെ നിയന്ത്രണത്തിലുള്ള പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. എന്തായാലും യാക്കോബൈറ്റ് സഭയ്ക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്.